അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ 5 മാർക്ക് ഷുവർ ക്വസ്റ്റ്യന്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാം പാർട്ട് 1 കണ്ടിട്ടുണ്ടാവല്ലോ. ഇൻ കേസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലേക്ക് ഓടി പോയാൽ മതി. അവിടെ പാർട്ട് 1ന്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ടിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കമ്പൽസറി ആയിട്ട് നോക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ഇതുവരെ കാണാത്ത കുഞ്ഞുങ്ങളൊന്ന് പോയി കാണുക. അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് മിസ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കമന്റ്സിൽ പറയുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിരത്തി ഷെയർ ചെയ്ത് കൊടുത്തോ, അവരും അറിയട്ടെ ഏതൊക്കെയാണ് 5 മാർക്കിന് ചോദിക്കാൻ ഇത്രയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. പിന്നെ ഈ നിങ്ങളെ കൂടുതൽ ഒരു കാര്യം കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം മിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി റെഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒരു ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റാരും അല്ല ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നോക്കും, എങ്ങനത്തെ ബിസിനസ് ആണെന്ന് നോക്കും അല്ലെ. അതിന്റെ എന്താ നേച്ചർ നോക്കും, നമ്മൾ ഏത് ടൈപ്പ് ആണെന്ന്. അതുപോലെ തന്നെ ക്യാപിറ്റൽ നോക്കും അല്ലെ, എങ്ങനെയാണ് അതിന്റെ സൈസ് നോക്കും അല്ലെ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടത്തേണ്ടത്, സൈസ് ഓഫ് ബിസിനസ് നോക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും അല്ലെ. ഓണർഷിപ്പ് ഞാൻ ഒറ്റയ്ക്ക് നടത്തണോ, അല്ലെങ്കിൽ എന്താ നമ്മൾ കൂടി ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ആവണോ, അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെ തുടങ്ങണോ എന്നൊക്കെ അത് നിങ്ങൾ നോക്കും. അതുപോലെ തന്നെ അതിന്റെ ലൊക്കേഷൻസ് നോക്കും. അതിന്റെ എന്താ ഫിസിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അതിന്റെ അവൈലബിലിറ്റീസ് നോക്കും. ടാക്സ് പ്ലാനിങ് ഉണ്ടായിരിക്കും. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് പണിയെടുക്കാൻ പറ്റിയ ഒരു വർക്ക് ഫോഴ്സ് വേണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണം, പ്ലാൻ ലേഔട്ട് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ വെറുതെ അങ്ങ് ചാടി കയറി ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഒന്ന് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ് ഉണ്ട്, സൈസ് ഓഫ് ദ ഫേം ഉണ്ട്, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ് ഉണ്ട്, പിന്നെ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ഉണ്ട്, ഫിനാൻസിങ് പ്രപ്പോസിഷൻ ഉണ്ട്, ഫിസിക്കൽ ഫെസിലിറ്റി, പ്ലാൻ ലേഔട്ട്, കോമ്പറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്, ടാക്സ് പ്ലാനിങ്. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ബിസിനസ് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാം അല്ലെ. ലോഞ്ചിങ് ദ എന്റർപ്രൈസ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ സ്വന്തം കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു പ്രൈവറ്റ് സെക്ടറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതെന്താണ്, ഒരു വോളണ്ടറി മെമ്പർഷിപ്പോട് കൂടിയിട്ട് സെൽഫ് മോട്ടിവേഷൻ അല്ല, സെൽഫ് വെൽഫെയർ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തുടങ്ങുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരായിരിക്കും, അതിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കും അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് ഉണ്ടാവുക അല്ലെ. ഇവർ പബ്ലിക് അല്ല അതിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ടാവുക, ഇവര് തന്നെയായിരിക്കും. വിത്ത് ദ മോട്ടീവ് ഓഫ് സെൽഫ് വെൽഫെയർ ആണല്ലേ. സ്വയം സഹായ സഹകരണ സംഘം എന്ന് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം. 10 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. വോളണ്ടറി ആയിരിക്കും, വോളണ്ടറി മെമ്പർഷിപ്പ് ആയിരിക്കും അല്ലെ. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് വേണം ഇതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഇതിന്റെ ലാബിലിറ്റി, ഇതിന്റെ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് കൂടി ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്റെ മക്കള് നോക്കി വെക്കണം. പിന്നെ അതിന്റെ എന്താ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോക്കണം അല്ലെ. എത്ര ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കല്ലേ. ഏതൊക്കെ ഉണ്ട് നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെ എത്ര ടൈപ്പ് വരുന്നുണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫാമേഴ്സ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, പിന്നെ ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക, എന്താന്നുള്ളത് പഠിച്ചു വെക്കുക. 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 5 മാർക്കിന് മാത്രമല്ല, 4 മാർക്കിന് എന്താ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അറഞ്ചും പുറഞ്ചും എഴുതി മാർക്കുകൾ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സിനെ കുറിച്ചാണ് അല്ലെ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആണ് 5 മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. 8 മാർക്കിന് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചും പഠിച്ചു വെക്കണം കേട്ടോ. 8 മാർക്കിന് ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ അല്ലെ, നമ്മളെ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിങ്ങൾ നോക്കി വെക്കണം. അത് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ?
പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, അതായത് സാധാ ബിസിനസ്സും അതുപോലെ തന്നെ ഈ ബിസിനസ്, അതിന്റെ ഡിഫറൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഈ ബിസിനസ്സും സാധാ ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന്. നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അല്ലേ. ഒന്ന് കൺവീനിയന്റ് ആയിരിക്കും, ഒന്ന് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ട്രഡീഷണലി ഉള്ള ബിസിനസ്സിൽ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ടേബിൾ രൂപത്തിലാണ് പഠിക്കേണ്ടത്. കുഞ്ഞു പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഇതന്നെ നോക്കി നോക്കുക. ഒന്ന് ഫോം ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണോ, ഒന്ന് ഈസി ആയിട്ട് ഫോം ചെയ്യാം, ഒന്നിൽ ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണം, ഒന്നിൽ അത്ര ക്യാപിറ്റൽ വേണ്ട. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നിന് വേണം, ഒന്നിന് വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ കുഞ്ഞു പോയിന്റ് മതി, നിങ്ങൾ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ഒന്നിൽ റിക്വേർഡ് ആണെങ്കിൽ ഒന്നിൽ നോട്ട് റിക്വേർഡ്, ഒന്നിൽ ഹൈ ആണെങ്കിൽ ഒന്നിൽ ലോ ആയിരിക്കും. അപ്പൊ കുഞ്ഞു മാർക്ക് അല്ലെ, കുഞ്ഞു വേർഡ്സിലൂടെ നിങ്ങൾക്ക് 5 മാർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നുള്ളൂ. ഇനി അടുത്താണ് നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർ. ഈ സോൾ പ്രൊപ്രൈറ്ററെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിന്റെ ഫീച്ചേഴ്സ് മെറിറ്റ്സ് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 8 മാർക്കിന് ചോദിക്കുമ്പോൾ എന്തായിരിക്കണം, നിങ്ങൾ കുറച്ചുകൂടെ കണ്ടന്റ്സ് അതിൽ ഉൾപ്പെടുത്തണം. 5 മാർക്കിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്താണ് സോൾ പ്രൊപ്രൈറ്റർ എന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തും ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിന്റെ ഫീച്ചേഴ്സ് മെറിറ്റ്സ് കാര്യങ്ങൾ പഠിക്കുക. ഇപ്പൊ 8 മാർക്കിനാകുമ്പോൾ അതിന്റെ ഡിമെറിറ്റ്സ് കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 8-5 മാർക്കൊക്കെ കൂടെ കയ്യിലേക്ക് പോരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കണം, നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ എത്ര പേര് വേണം, അതിൽ മാക്സിമം എത്ര പേര് വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും കമന്റ്സിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പറയാം. മിസ് നോക്കട്ടെ നിങ്ങൾ എത്ര പേര് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത്.